ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. നരിവേട്ട എന്ന സിനിമയുടെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് ഉണ്ണി മുകുന്ദൻ തൻ്റെ മാനേജറായ വിപിനെ തല്ലുകയും അസഭ്യം പറയുകയും അദ്ദേഹത്തിൻ്റെ കണ്ണാട വലിച്ചൂരി തറയിലിട്ട് പൊട്ടിക്കുകയും ചെയ്തു എന്നതാണ് പുതിയ വാർത്ത. സ്വകാര്യ ചാനലുകളിൽ ഈ വാർത്ത വരുന്നത് തീർച്ചയായിട്ടും നരിവേട്ട എന്ന സിനിമയ്ക്ക് ഒരു പ്രമോഷൻ എന്ന രീതിയിലാണ്. കാരണം ഉണ്ണി മുകുന്ദൻ നരിവേട്ട എന്ന സിനിമയെ എതിർത്തു. അതുകൊണ്ട് സിനിമ നിങ്ങളെല്ലാവരും കാണണം. തീർച്ചയായിട്ടും ഒരു ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ സിനിമ വിജയിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ വിപിൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് വിപിൻ ഇങ്ങനെ ചെയ്തു എന്നതിൽ വ്യക്തമായ കാരണങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. കാരണം ഉണ്ണി മുകുന്ദൻ അതിൻ്റെ വിശദമായ ഒരു റിപ്ലൈ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ വിപിൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ 18 വർഷമായിട്ട് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നതാണ്, PR ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. 6 വർഷമായിട്ട് ഉണ്ണി മുകുന്ദൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഈ ഒരു 6 വർഷത്തിൻ്റെ കാലയളവിൽ ഉണ്ണി മുകുന്ദൻ്റെ പല ഹിറ്റ് സിനിമകളുടെ വലിയ ഒരു ഭാഗമായി തന്നെ വിപിൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉണ്ണി പലപ്പോഴും ഈ വിപിനെ കുറിച്ച് പുകഴ്ത്തി പറയുകയും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെ വലിയ ഗുണം ചെയ്തു സിനിമയ്ക്ക് എന്നുള്ള രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ വന്ന് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പല ഇൻ്റർവ്യൂസുകളിലും ഉണ്ണി മുകുന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഉണ്ണി മുകുന്ദൻ ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമയെ എതിർക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഉണ്ണിയുടെ വളരെ നല്ല സുഹൃത്താണ് ടൊവിനോ. അവർ ഒരുമിച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ടൊവിനോ എന്ന് പറയുന്ന നടൻ ഉണ്ണി മുകുന്ദനെ കുറിച്ച് തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡേറ്റിങ്ങിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തെക്കുറിച്ചിട്ടൊക്കെ ടൊവിനോ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഞങ്ങളുടെ സൗഹൃദത്തെ വിള്ളലേൽപ്പിക്കാം, ഞങ്ങളുടെ സൗഹൃദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിപിൻ എന്ന് പറയുന്ന മാനേജർ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ്. എന്നാൽ ഒരു റിപ്പോർട്ടിൽ ഒരു റിപ്പോർട്ടർ തന്നെ ഈ വിപിനോട് ചോദിക്കുകയുണ്ടായി, ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ പങ്കുവെച്ചതിന് മാത്രമാണോ നിങ്ങളെ ഉണ്ണി മർദ്ദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ല, അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന മാർക്കോ സിനിമ കഴിഞ്ഞതിന് ശേഷം അധികം സിനിമകൾ ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല എന്താണ് പല സിനിമകളുടെ പരാജയം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ അടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയാണ്. എന്നാൽ ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ നമ്മളെ അറിയിച്ചത് മിഥുൻ ഇമ്മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ ഉണ്ണി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു, നിർമ്മാണം നിർവഹിക്കുന്നത് ഗോകുലൻ ഗോപാലനാണ് എന്നാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ പോവുകയാണ്. പിന്നെ എന്തിനാണ് ഇയാൾ ഇത്തരം ഒരു കള്ളത്തരങ്ങൾ മാധ്യമങ്ങളുടെ അടുത്ത് പറയുന്നത്? മാത്രമല്ല ഈ ഒരു സിനിമയുടെ ഈ ഒരു ഗോകുലം ഗോപാലൻ ക്കുന്ന സിനിമയിൽ നിന്ന് ഗോകുലം ഗോപാലൻ പിന്മാറി എന്നുകൂടി വിപിൻ ഈ മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട്. എന്നാൽ അത് സംബന്ധമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സും തന്നെ ഉണ്ണി മുകുന്ദനോ അതുപോലെ തന്നെ ഗോകുലം ഗോപാലനോ ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും സിനിമാ പ്രേമികളായ ആളുകൾക്ക് മിഥുൻ ഇമ്മാനുവലിൻ്റെ തോമസിൻ്റെ ഒരു തിരക്കഥയിൽ ഉണ്ണി സംവിധാനം ചെയ്യുന്നു എന്നത് ഒരു പുതിയ കൗതുകകരമായ ഒരു വാർത്തയാണ്. ഉണ്ണിയുടെ ഡയറക്ഷനും മിഥുൻ്റെ കഥയും ഒക്കെ ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ണി ഇപ്പോൾ കുറച്ച് മുമ്പേ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉണ്ണി പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണാട ഊരി തറയിലെറിഞ്ഞ് പൊട്ടിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടില്ല. ഒരു CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്, നിങ്ങൾക്കതിനെ വേണമെങ്കിൽ പരിശോധിക്കാം എന്നുള്ള രീതിയിലാണ് ഉണ്ണി സംസാരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷം ഉണ്ണിയുടെ അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന വിപിൻ. അവർ തമ്മിലുണ്ടാവുന്ന അവരുടെ ഇടയിലുണ്ടാവുന്ന കുറച്ച് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസുകൾ അതിനെ ഒരു ഒരു ബിസിനസ്സായി മാറ്റി ഒരു സിനിമയ്ക്ക് ഒരു ചീപ്പ് പബ്ലിസിറ്റി നൽകി സിനിമ വിജയിപ്പിക്കുന്നു. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 മാസമായിട്ട് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് എമ്പുരാനിൽ സംഭവിച്ചത്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒപ്പം ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളാണ് സുരേഷ് കുമാർ. അവർ തമ്മിലുള്ള ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് തന്നെ അതൊരു വലിയ വാർത്തയാവുകയും ആ സിനിമയെ
വലിയ പ്രൊമോട്ട് ചെയ്യാനും ഇതുപോലെ ചാനലുകൾ ശ്രമിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം തന്നെ ദിലീപിൻ്റെ പ്രിൻസ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്കകത്ത് ആ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി തന്നെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തി എന്ന രീതിയിലും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് വാർത്തകളും തന്നെ സിനിമ റിലീസായതോടെ ഏകദേശം അത്യാവശ്യം പൈസ കളക്ട് ചെയ്തതോടുകൂടി തന്നെ ഈ ഒരു സിനിമയുടെ എന്താ പറയുക, ഈ ഒരു ഇത്തരം വാർത്തകൾ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇവിടെ ഈ ഒരു നരിവേട്ട എന്ന സിനിമയുടെ പേരിൽ ഇവിടെ നടക്കുന്ന ഒരു ചീപ്പ് പബ്ലിസിറ്റി, അത് എത്രമാത്രമാണ് സിനിമയ്ക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് അറിയില്ല. തീർച്ചയായിട്ടും നരിവേട്ട എന്ന് പറയുന്ന സിനിമ അത്രയും വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സിനിമയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ല. എന്തായാലും ഉണ്ണി മുകുന്ദനെ വലിച്ചു കീറി ഒട്ടിക്കാൻ വേണ്ടി കുറേ പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തായാലും അയാൾ 2020 ശേഷം അല്ലെങ്കിൽ 2020 തൊട്ട് ഉണ്ണി മുകുന്ദൻ്റെ സിനിമകളെല്ലാം തന്നെ അതിമനോഹരമായ സിനിമകളാണ്. അയാൾ പ്രൊഡ്യൂസ് ചെയ്ത മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയിൽ എക്കാലത്തെയും ഓർത്തു വയ്ക്കാൻ തക്ക രീതിയിലുള്ള ഒരു നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, നല്ല കഥ പറഞ്ഞ ഒരു സിനിമയാണ്. എന്തായാലും ഉണ്ണിക്ക് ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഉണ്ണി നല്ലൊരു നിർമ്മാതാവാണ്. ഇതാ ഉണ്ണി ഇപ്പോൾ ഒരു സംവിധായകനാവാൻ പോകുന്നു. എല്ലാവിധ ആശംസകളും ഉണ്ണിക്ക് നൽകുന്നു. ഇതുപോലെ ചീപ്പ് പബ്ലിസിറ്റികൾ സിനിമയ്ക്ക് വരാതിരിക്കട്ടെ. ചീപ്പ് പബ്ലിസിറ്റികളിലൂടെ സിനിമ വിജയിക്കാതിരിക്കട്ടെ. എല്ലാ നല്ല പ്രേക്ഷകർക്കും നല്ല സിനിമകളെ തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട്. നല്ല സിനിമകളെ തിരിച്ചറിയാനുള്ള ജ്ഞാനമുള്ളവരാണ് മലയാളികൾ. അത്തരം നല്ല സിനിമകൾ എന്നും മലയാളത്തിൽ വിജയിക്കും. ഇനി വിജയിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.